ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും തസ്നിയ വ്ളോഗിലോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ അത് ഞാനിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ ബ്രദർ പോവുകയാണെന്നുള്ളത്. അപ്പോൾ അവന് ഇന്ന് രാത്രി 11:30 അടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ പാടെ എന്നെ ഇക്ക വിളിക്കാൻ വന്നു. അങ്ങനെ ഞാൻ ഇക്കയും പാടെ വീട്ടിലോട്ട് പോവാം കേട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ പാടെൻ്റെ ചെരുപ്പ് പൊട്ടി. അങ്ങനെ ഞാൻ വേഗം ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയി. എനിക്ക് എടുക്കാൻ വേണ്ടി പോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ ഇക്കായ ഒരു ഷൂ എടുത്തു കേട്ടോ. അങ്ങനെ ഞാനും ഇക്കായും ചെരുപ്പെല്ലാം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഞാനിത് എടപ്പാൾ മാക്സ് നാട്ട് ചെരുപ്പെടുത്ത്. ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട്. അങ്ങനെ അതെ ചെരുപ്പൊക്കെ വാങ്ങി ഞങ്ങൾ സെറ്റായിട്ടോ. അപ്പോൾ ഇന്ന് മേറാജിൻ്റെ സുന്നത്ത് നോമ്പുള്ള ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് നോമ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായക്കടയിൽ കയറിയിട്ട് ഞാൻ വെള്ളം കൊണ്ട് പെട്ടെന്ന് കൊടുത്ത് ഞാൻ നോമ്പ് തുറന്നിട്ട് ചായയും കടിയൊക്കെ മേടിച്ച് തന്നിട്ട് പൊരിക്കടിയും ചായ ഞങ്ങൾ രണ്ടുപേരും ചായയും ലേറ്റായിട്ടൊരു കടിയെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇതാ അവൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ എത്താൻ കുറച്ച് ലേറ്റായി. ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ അങ്ങനെ 8 മണിയൊക്കെ കഴിക്കണം. അപ്പോഴത്തേക്ക് ഇതേ ഫുഡ് കഴിക്കാൻ വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അങ്ങനത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ 2 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കുട്ടികളായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അങ്ങനെ എന്തായാലും എന്താ പറയുക, വോയിസ് പറയുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ലല്ലോ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ പറയുമ്പോൾ. എന്താ ആരും ഇങ്ങളോട് ഇതില്ല. ഞാൻ ഞങ്ങളെ മക്കളെയും പിന്നെ എൻ്റെ ഉപ്പ, എൻ്റെ 2 ഏട്ടന്മാർ അത് അങ്ങനെ അവൻ മാറ്റാൻ വേണ്ടി പോകാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ അവൻ എന്താ പറഞ്ഞ വാക്ക് പാലിച്ചു. അവന് എങ്ങനെയാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾക്കറിയില്ല. കാരണം അവൻ കരഞ്ഞില്ല. പക്ഷെ ഉമ്മ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്താ പറയുക, ഈ സമയത്ത് വീഡിയോ എടുത്തപ്പോൾ ഉമ്മ അങ്ങനെ ഓന് പോകുന്ന സമയം റോട്ടിൽ വന്ന് നിന്ന് ഉമ്മ എന്താ അവിടെ വോയിസ് പറയേണ്ടത് തന്നെ അറിയില്ല. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെ ആവും പ്രവാസികൾ. നമ്മൾ എന്താ പറയുക, 2 മാസത്തിനും 3 മാസത്തിനൊക്കെ നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന സമയം പറയാതിരിക്കാൻ വയ്യ. കാരണം 1 വർഷത്തിനൊക്കെ അവർ അവിടെ നിന്നിട്ട് 2 മാസം 3 മാസം നാട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടന്ന വീടൊക്കെ ഉണരുക വരില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. കാരണം വീടും കുട്ടികളൊക്കെ ഒന്ന് ആക്റ്റീവ് ആവും. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ വീട് പഴയ പോലെ തന്നെ ഉറങ്ങും. എന്തായാലും ഞാൻ പൊതുവേ എപ്പോഴും പറയും, എയർപോർട്ടിൽ കൊണ്ടാക്കാൻ എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല എന്ന്. കാരണം നമുക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ ഒരു സന്തോഷമാണ്, കൊണ്ടാക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം തന്നെ. അങ്ങനെ ഞങ്ങളിത് കോഴിക്കോട് എയർപോർട്ടിൽ എത്താനായിട്ടോ. ഞങ്ങളിത് ഓൻ രാത്രി ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാം, അവനക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓൻ കുറേ ഇറങ്ങി ചായ ഒന്നും വേണ്ടെന്ന്. പക്ഷേ എനിക്ക് ഞങ്ങളെല്ലാം രാത്രി ഇറങ്ങിയിട്ട് ചായ കുടിക്കുക കേട്ടോ. എയർപോർട്ടിലെത്തുന്നതിന് തൊട്ട് ബാക്കായിട്ട് ഒരു ചായക്കട കണ്ട് അവിടെ കയറിയിട്ടത് ഞങ്ങൾ ചായ പറഞ്ഞു കേട്ടോ. പക്ഷെ അവൻ ഭയങ്കര ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും പുറത്തേക്കൊന്നും തീരെ കാണിച്ചില്ല കേട്ടോ. അവൻ പിടിച്ച് നിന്ന്. അങ്ങനത്തെ ഞാനും ഇക്കായും ചായ കുടിക്കുകയാണ്. ഞാൻ ഒരു കട്ട്ലേറ്റാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനത്തെ ഞാൻ നിർബന്ധിച്ച് ചാടിക്കാൻ വിളിച്ചിട്ടാണ് ഓൻ ചാടിക്കാൻ വന്ന്. ഓനൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ നിർബന്ധിച്ചിട്ട് ഓനൊരു അപ്പം കഴിച്ചിട്ടാണ്. ഓൻ ഫുള്ള് ഹാപ്പിയാണെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഹാപ്പിയാണെന്ന് നമുക്കറിയാം. അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെടയുണ്ട്. ഞങ്ങളത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടോ. എയർപോർട്ട് കൊണ്ടാൻ പോകുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കൊണ്ടാക്കാൻ പോകുമ്പോൾ കാണുമ്പോൾ അവിടേക്ക് എത്തുമ്പോൾ ഓരോ നിമിഷം കൂടുന്തോറും എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ ടപ്പേനെ അടിക്കില്ലേ, അങ്ങനെ അടിക്കായിരുന്നു കേട്ടോ. എന്നാലും അവൻ പിടിച്ചു നിന്നിട്ടോ. അവന് എത്ര സങ്കടമെന്നല്ല അവൻ പുറത്ത് കാണിച്ചില്ല. അങ്ങനെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് എത്തി. നമ്മളെ കൊച്ചി എയർപോർട്ടിലൊക്കെ ഓരോ വർഷം കൂടുന്തോറും ഓരോരോ മാറ്റങ്ങളുണ്ടാവും. കോഴിക്കോട് എയർപോർട്ട് ഞാൻ അന്ന്
എന്ന് ഞാൻ പറഞ്ഞ ഒരു 10-20 വർഷം ബാക്കിലാണ്. അന്നും ഇന്നും കോഴിക്കോട് എയർപോർട്ട് ഒരുപോലെ തന്നെ, അവിടെ വലിയ മാറ്റമൊന്നും കാണാനില്ല. അങ്ങനെ അതെ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി. അങ്ങനെ എത്തിയിട്ട് ഞങ്ങളത് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ആക്കെ പറയുന്നുണ്ട് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യേണ്ട, എന്നെ ആക്കി തന്നിട്ട് പുറത്തേക്ക് വേഗം പോയിക്കോളെ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ തോന്നുകയല്ല. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ വരികയാണെങ്കിൽ നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് പോകാൻ പോകില്ല. ഞങ്ങൾക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക, എന്തായാലും അവൻ ട്രോളൊക്കെ കൊടുന്ന് അവൻ്റെ സാധനമൊക്കെ കുഞ്ഞോനുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് യാത്ര പറഞ്ഞ് പോവുക കേട്ടോ. അവനെന്തായാലും ഞങ്ങളൊക്കെ ചിരിച്ച് സന്തോഷത്തോടെ പറഞ്ഞയച്ച് അങ്ങനെ അതെ അവൻ വീണ്ടും പ്രവാസ ജീവിതത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ അതെ അവൻ പോയി. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വണ്ടിയിട്ട് പോയിക്കോ. അങ്ങനെ ഞങ്ങൾ വണ്ടി പുറത്തിടാച്ചിട്ട് അവൻ്റെ ബോഡി പാസ് കിട്ടിയിട്ട് പോയുള്ളൂ. വണ്ടിയിൽ നിന്ന് പോയതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഫീലായിട്ടോ. കാരണം പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലുണ്ടാവും, തിരിച്ച് വരുമ്പോൾ അവനില്ലാതെ ആലോചിക്കുമ്പോൾ എല്ലാ പ്രവാസികളുടെ അവസ്ഥ അങ്ങനെ തന്നെ ആവും. എന്തായാലും അവൻ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾ വെച്ചിട്ടല്ലേ പോകുന്നത്. എന്തായാലും അവൻ്റെ ആവശ്യങ്ങളൊക്കെ പഠിച്ച റബ്ബ് സാധിപ്പിക്കട്ടെ. വോയിസ് കൊടുക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ വരിക കേട്ടോ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 ഏട്ടന്മാരാണ്. അപ്പോൾ ഞങ്ങൾ സിസ്റ്റർ ബ്രദേഴ്സിനപ്പുറം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. ഞാൻ ആ കൈ എവിടെ ചോദിച്ചെന്നാൽ ആവശ്യം പെട്ടെന്ന് തന്നെ വിളിക്കാൻ വരാനും, ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എന്നെ കൊണ്ടാനും കൊണ്ടാക്കാനും ഒക്കെ എപ്പോൾ വിളിച്ചാലും അവൻ വരും. ഇനി ഇങ്ങനത്തെ ഒരു ടൈം കിട്ടണമെങ്കിൽ ഇനി 1 വർഷം അല്ലെങ്കിൽ അവൻ 10 മാസം കൂടും വരും. 10 മാസം 1 വർഷം തന്നെ വെയിറ്റ് ചെയ്യണ്ടേ. അങ്ങനെ ആലോചിക്കുക എല്ലാ പ്രവാസികളെ ഫാമിലിനെ കുറിച്ചിട്ടും. അങ്ങനെ അതെ ഇന്ന് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.